പ്രത്യേക പതിപ്പോട് കൂടിയ സാംസങ് ഗാലക്സി നോട്ട് 10 പ്ലസ് സ്റ്റാർ വാർസ് അമേരിക്കയിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വണ്ടർസ് നേച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണോട് മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകും. സാംസങ് ഗാലക്സി നോട്ട് 10 പ്ലസ് സ്റ്റാർ വാർസ് സ്പെഷ്യൽ എഡിഷനിൽ മൂവി സ്റ്റാർ വാർസ്, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ഡിസൈൻ ഘടകങ്ങളും വാൾപേപ്പറുകൾ, ഐക്കണുകൾ, ആനിമേഷനുകൾ, ശബ്ദങ്ങൾ എന്നിവ പോലെയുള്ള ഡിജിറ്റൽ സവിശേഷതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു കേസ്, ഒരു മെറ്റൽ ബാഡ്ജ്, ഒരു എസ് പെന്ന്, ഗാലക്സി ബഡ്സ് എന്നിവയും ഈ സ്മാർട്ട് ഫോണിനൊപ്പം കമ്പനി ലഭ്യമാക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ 6.8 ഇഞ്ച് ഡൈനാമിക് QLED ഡിസ്പ്ലേയും QHD+ റെസൊല്യൂഷനും ആണ് ഈ ഒരു ഫോണിനുണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷനായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന കോണിംഗ് ഗോറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. പ്രോസസ്സറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 855+ പ്രോസസ്സറാണ് ഇതിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 12GB റാമും 512GB UFS 3.0 സ്റ്റോറേജും സാംസങ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തും എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 16 MB അൾട്രാ വൈഡ് ആംഗിൾ മെയിൻ സെൻസർ പ്ലസ് 12 MBയുടെ വൈഡ് ആംഗിൾ ഷൂട്ടർ പ്ലസ് 12 MBയുടെ ടെലിഫോട്ടോ ലെൻസ് എന്നിവ അടങ്ങുന്ന ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 3 ഘട്ടങ്ങളുള്ള അപ്പർച്ചർ അവതരിപ്പിക്കുന്ന വിപണിയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണിത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് വാങ്ങുന്നവർക്ക് f1.5 അതുപോലെ തന്നെ f1.8 അല്ലെങ്കിൽ f2.4 അപ്പർച്ചർ എന്നിവയിലൊക്കെ നമുക്ക് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്മാർട്ട് ഫോണിൽ സെൽഫികൾക്കായിട്ട് 10 മെഗാപിക്സൽ സെൻസറാണ് നൽകുന്നത്. 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള സപ്പോർട്ടിനോടൊപ്പം 4300 mAh ബാറ്ററിയും ഈ ഒരു ഫോണിനുണ്ട്. ഈ സ്മാർട്ട് ഫോൺ 20 വാട്ട്സ് ഫാസ്റ്റ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അൾട്രാസൗണ്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, IP68 റേറ്റിംഗ്, അതുപോലെ തന്നെ പിന്നിലൊരു ടോപ്പ് സെൻസർ എന്നിവയാണ് ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇത് ആമസോണിൽ $1199.99 ഈ ഒരു ഫോൺ ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 93,500 രൂപയ്ക്ക് അടുത്ത് വരും എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ബെസ്റ്റ് ബൈ സ്റ്റോറുകൾ, മൈക്രോസോഫ്റ്റ് സ്റ്റോറുകൾ, അതുപോലെ തന്നെ Samsung.com, US സാംസങ് എക്സ്പീരിയൻസ് സ്റ്റോറുകൾ എന്നിവയിൽ ഡിസംബർ 13 മുതൽ ഈ ഒരു ഫോൺ ലഭ്യമാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോഴെന്നും പറയാറുള്ളത് പോലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.